അയോധ്യയിൽ നിന്നും നേരെ ശബരീശ സന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ഭക്തജന തിരക്ക് വീണ്ടും രൂപപ്പെടുകയാണ്. വൃശ്ചിക മാസത്തിൽ വ്രതം നോറ്റ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ അങ്ങനെ മല കയറുകയാണ്. ഒപ്പം ശബരിമലയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു വാർത്ത വരുന്നത് കൊച്ചു അയ്യപ്പന്മാർക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കുമായി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡ് നടത്തിയ ഒരു പ്രഖ്യാപനമാണെങ്കിലും അത് കേവലം കടലാസിൽ മാത്രമായി പ്രഖ്യാപനം ഒതുങ്ങിയിരുന്നു. എന്നാൽ ജനം TV ഇന്നലെ കാലത്ത് മുതൽ ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ കൊച്ചുകുട്ടികൾക്ക്, കൊച്ചു മാളികപ്പുറങ്ങൾക്ക്, കൊച്ചയ്യപ്പന്മാർക്ക് വേണ്ടി പ്രത്യേക ക്യൂ സംവിധാനം ഉടൻ ഉറപ്പാക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. അതിനാൽ ജനത്തിന്റെ വലിയൊരു ഇമ്പാക്റ്റാണ് ഈ ഒരു നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്നും തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ മുതൽ ആരംഭിച്ച ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. ഇതുവരെ ഏകദേശം 40,000-ഓളം ഭക്തരാണ് മല ചവിട്ടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഇന്നലെ ആയിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഏറ്റവും തിരക്ക് കുറവുണ്ടായിരുന്നത്. എന്തായാലും പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിനും വർധനയുണ്ടായിട്ടുണ്ട്. ശരാശരി 60 മുതൽ 70 വരെയാണ് ഒരു മിനിറ്റിൽ കയറുന്ന തീർത്ഥാടകരുടെ എണ്ണം. എന്തായാലും തുടക്കത്തിലുണ്ടായ ഒരു പാളിച്ച ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സേനകളും അത് കൃത്യമായി തന്നെ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഈ തിരക്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് അത് ശാസ്ത്രീയമായി തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സേനകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് RAF-ൻ്റെയും അതോടൊപ്പം തന്നെ NDRF-ൻ്റെയും പ്രത്യേക സംഘം സന്നിധാനത്തേക്ക് എത്തി തിരക്ക് നിയന്ത്രണത്തിൽ അത് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് RAF-ൻ്റെ 140 സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തുക. ഇതോടെ പൂർണ്ണമായും തിരക്ക് നിയന്ത്രണങ്ങളിലടക്കം കൃത്യമായ ഒരു ഇടപെടൽ ഈ കേന്ദ്ര സേനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് ശബരിമല സന്നിധാനത്തുള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കങ്ങളൊന്നും തന്നെ ഇതുവരെയും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത്. അതിനൊരു കൃത്യമായ ഒരു ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും ജനം TVയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഈ കുഞ്ഞ് അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ, വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. അത് കൃത്യമായി തന്നെ ഇന്നലെ വാർത്തയാക്കിയിരുന്നു. ഇതേ തുടർന്ന് കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ അവർക്കൊരു പ്രത്യേക ദർശന സൗകര്യം ഒരുക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കുട്ടികൾക്കായുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ജനം TV വാർത്തയെ തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ ഈ ഒരു തീരുമാനം. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്നും തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് കണ്ടത്.